ഹായ് ഫ്രണ്ട്സ്, ഷിസ് പ്ലാന്റ് സോണിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ അഡീനിയം ബിഗ് പ്ലാന്റ്സ് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കുറച്ച് നല്ല വെറൈറ്റീസ്, നമ്മൾ ഇവിടെ നിന്നും പെട്ടെന്ന് കിട്ടാത്ത ടൈപ്പ് വെറൈറ്റീസാണുള്ളത്. അതും നല്ല അത്യാവശ്യം നല്ല വലുപ്പമുള്ള ചെടികളാണ് കേട്ടോ. ഇതെല്ലാം വരുന്നത് തന്നെ വെസ്റ്റ് ബംഗാളിൽ നിന്നാണ്. ഞാൻ ഒരുവിധം നമ്മുടെ അഡീനിയങ്ങളെല്ലാം വാങ്ങുന്നവർക്ക് അറിയാം, എല്ലാം വരുന്നത് വെസ്റ്റ് ബംഗാളിൽ നിന്നാണ്. മിനിമം ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 5 ആണ്. അതുപോലെ തന്നെ കൊറിയർ ചാർജസ് എക്സ്ട്രാ ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർ പറയുക. ഇതിൽ കോഡുകളുണ്ട്, ഇതിൽ കോഡുകൾ സെലക്ട് ചെയ്യുക. ഏത് കോഡാണോ വേണ്ടത് അതിൻ്റെ നമ്പേഴ്സ് എടുത്ത് എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യുക കേട്ടോ. വാട്സപ്പ് നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിൽ 2-3 തവണയായിട്ട് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഫോട്ടോസിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ 2 ടൈമിൽ നമ്മൾ എടുക്കുമ്പോൾ കിട്ടിയ 2 ഫോട്ടോസും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ചില സമയങ്ങളിൽ ചെറിയ കളർ ചേഞ്ചസ് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഫ്ലവറിൻ്റെ ഷേപ്പിനും ചെറിയ വ്യത്യാസങ്ങൾ വരാറുണ്ട്. ഗ്രാഫ്റ്റ് ചെയ്ത് കിട്ടുന്ന സമയത്ത് 2 ടൈപ്പായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് 2 ഫോട്ടോസും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പിന്നെ അതുപോലെ പറയാനുള്ളത്, ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല, വീട്ടിലേക്ക് എത്തിച്ചു തരും. ആദ്യം തന്നെ പേയ്മെൻറ്റ് ചെയ്ത് ബുക്ക് ചെയ്താലാണ് അയക്കുന്നത്. അതുപോലെ തന്നെ DTDC അല്ല, അതുകൊണ്ട് തന്നെ സ്വന്തം ഫോൺ നമ്പറും പിൻകോഡും വെക്കുക. DTDCയിലെ അഡ്രസ്സ് വെക്കരുത്. DTDCയുടെ അഡ്രസ്സ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഡെലിവറി കിട്ടില്ല. നിങ്ങളുടെ വീട്ടിലെ അഡ്രസ്സ്, നിങ്ങളുടെ ഫോൺ നമ്പർ, പിൻകോഡ് വെക്കുക. വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പർ തന്നെ ആവണം കേട്ടോ. പിൻകോഡ് തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലാൻസ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ അത് തിരിച്ച് പോയിട്ടൊക്കെയേ വരുള്ളൂ. അതുപോലെ പ്ലാന്റ് നല്ല രീതിയിൽ ഡ്രൈ ആക്കിയിട്ടാണ് അയക്കുക. അതുകൊണ്ട് തന്നെ ഇലകളും പൂക്കളൊക്കെ പൊഴിഞ്ഞിട്ടാണ് കിട്ടുക. അതിനർത്ഥം പ്ലാന്റ് നാശമാണ് എന്നല്ല കേട്ടോ, അങ്ങനെയാണ് കിട്ടുക. അഡീനിയം ഇലകൾ ആവശ്യമില്ല. അഡീനിയം പ്ലാന്റ്സിന് ഇലകളില്ലെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് അഡീനിയ കേട്ടോ. അപ്പോൾ പ്ലാന്റ് കിട്ടുന്ന സമയത്ത് നിങ്ങൾ അൺബോക്സിങ് വീഡിയോ എനിക്ക് എടുത്ത് അയച്ചു തരിക. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ വേറെ പ്ലാന്റ് അയക്കുകയോ അല്ലെങ്കിൽ റീഫണ്ടോ തരുന്നതായിരിക്കും കേട്ടോ. അഡീനിയം നമ്മൾ കറക്റ്റ് അൺബോക്സിങ് വീഡിയോ നിങ്ങൾ എനിക്ക് അയച്ചു തന്നാൽ മാത്രമേ എനിക്ക് ഇതൊക്കെ പോസിബിൾ ആവുള്ളൂ. അതുകൊണ്ട് കിട്ടിയ ഉടനെ തന്നെ എനിക്ക് അൺബോക്സിങ് ചെയ്യുന്ന വീഡിയോ അയച്ചു തരിക കേട്ടോ. പ്ലാന്റ് നിങ്ങൾ ഓർഡർ തന്നു കഴിഞ്ഞാൽ ഒരു 15 ഡേയ്സൊക്കെ എടുക്കും കേട്ടോ അയക്കാൻ. അത് ഡ്രൈയിങ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില ടൈമിൽ അതിൻ്റെ മുന്നേ തന്നെ കിട്ടും. അത് അനുസരിച്ചിരിക്കും. അപ്പോൾ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. 15 വർക്കിംഗ് ഡേയ്സാണ്. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അയച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ട്രാക്കിംഗ് ഡീറ്റെയിൽസ് അയച്ചു തരും. ഈ കാർട്ട്, അതുപോലെ ആമസോൺ, എക്സ്പ്രസ് ബീസ് ഡെലിവറി, ഈ സർവീസുകളിലാണ് നമ്മൾ കൊറിയർ നോർമലി അയക്കാറ് കേട്ടോ. സൈസ് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു സൈസിലുള്ള ചെടികളായിരിക്കും കേട്ടോ. അത്യാവശ്യം എളുപ്പമുള്ള ചെടികൾ തന്നെയാണ്. പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള ഫംഗസ് അങ്ങനെയുള്ളതൊന്നും അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സാഫ് കയ്യിലുണ്ടെങ്കിൽ, ഒരു ഫംഗിസൈഡാണ്, സാഫ് തന്നെ വേണമെന്നില്ല, മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതൊരു ഫംഗിസൈഡ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതിൽ ഡിപ്പ് ചെയ്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് പരട്ടി കൊടുത്താൽ മതിയാവും. അതുപോലെ തന്നെ മഴയുള്ള സമയത്ത് പുറത്ത് വെക്കാതെ ശ്രദ്ധിക്കുക. മണ്ണ് എപ്പോഴും ഈർപ്പം നിൽക്കരുത്, ഡ്രൈ ആക്കി വെക്കണം കേട്ടോ. അതുപോലെ പ്ലാന്റ് കിട്ടുന്ന സമയത്ത് ചെറിയൊരു ഞെങ്ങുന്ന പോലെ ഉണ്ടായിരിക്കും. അത് ഡ്രൈ ആക്കുന്നതിൻ്റെയാണ് പ്ലാന്റ് മോശമാണെന്നല്ല അർത്ഥം കേട്ടോ. ഓക്കെ.